രണ്ടാം ലോക മഹായുദ്ധ വിജയത്തിൻ്റെ 80-ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു അനുസ്മരണ ചടങ്ങ് ചൈനയിൽ സംഘടിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായി നടത്തുന്ന സൈനിക പരേഡിൽ പങ്കെടുക്കാനായിട്ട് ഉത്തര കൊറിയൻ ഏകാധിപതി എന്നറിയപ്പെടുന്ന കിം ജോങ് ഉൻ എത്തുന്നു. അതായത് ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ചൈനയിലേക്ക് ഇപ്പോൾ കൊണ്ടുവരുന്നത് കിം ആണ്. അതായത് കൊറിയയിൽ നിന്ന് ആഡംബര ബുള്ളറ്റ് പ്രൂഫ് ട്രെയിനിലാണ് കിം ഇങ്ങോട്ടേക്ക് എത്തിയത്. ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും മോശം വ്യോമ ഗതാഗതമുള്ള രാജ്യങ്ങളൊന്ന് നോർത്ത് കൊറിയ ആയിരിക്കും. അതുകൊണ്ടാണ് വളരെ സേഫായിട്ടുള്ള മാർഗം എന്ന നിലയിൽ കിം, അതുപോലെ തന്നെ കിമ്മിൻ്റെ പിതാവ്, മുത്തച്ഛൻ ഇവരെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ആഡംബര ട്രെയിനുകളിലാണ് യാത്ര ചെയ്യുന്നത്. 2023 വ്ളാഡിമിർ പുടിനുമായിട്ട് റഷ്യയിൽ വെച്ചൊരു കൂടിക്കാഴ്ച നടത്താൻ, അതായത് ഹാനോയിൽ ഒരു കൂടിക്കാഴ്ച നടത്താനായിട്ട് കിം ഒരു വിദേശ രാജ്യം സന്ദർശിച്ചൊഴിച്ചാൽ അതിനുശേഷം നടത്തുന്ന ആദ്യത്തെ സന്ദർശനമാണിതെന്ന് പറയാം. അതായത് കിം അധികാരമേറ്റ് 14 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഒരു ബഹുമുഖ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട്, അല്ലെ ബഹുമുഖ മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ട് കിം എത്തുന്നു. ഇതാണ് ഏറെ ഗൗരവമുള്ള വിഷയം. അപ്പോൾ ട്രംപ് ഉൾപ്പെടെയുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള നേതാക്കളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കൂടിക്കാഴ്ച നടത്തുന്നു. ലോകത്തെ മുൻനിര നേതാക്കൾ എന്നറിയപ്പെടുന്ന ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, അതുപോലെ തന്നെ റഷ്യയുടെ വ്ളാഡിമിർ പുടിൻ, ഇവർക്കൊപ്പം ഉത്തര കൊറിയൻ സ്വേച്ഛാധിപതി എന്നറിയപ്പെടുന്ന കിം ജോങ് ഉന്നോട് എത്തുന്നു. അപ്പോൾ ഒരേ വേദിയിൽ ഈ 3 നേതാക്കൾ പ്രത്യക്ഷപ്പെടുന്നത് ഇതാദ്യമാണ്. ഈ നേതാക്കൾ തമ്മിലൊക്കെ ഉഭയകക്ഷി ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിലും ഒരേ വേദിയിൽ ഇവർ 3 പേരും ഇതുവരെ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ 2 വർഷങ്ങൾക്ക് മുമ്പ് റഷ്യയിൽ പോയതിന് ശേഷം നടത്തുന്ന ആദ്യത്തെ വിസിറ്റ് എന്നൊരു പ്രത്യേകത. 2019 ഡൊണാൾഡ് ട്രംപിനെ കാണാനായിട്ട് ചൈന അയച്ചു കൊടുത്ത ബോയിങ് 747 വിമാനത്തിൽ കിം പോയിരുന്നു. അതിൻ്റെയൊക്കെ നന്ദി സൂചകമായിട്ടാണോ ഇപ്പോൾ ചൈനയിലേക്കുള്ള ഈ വരവ് എന്നുള്ളതും ഗൗരവമാണ്. ചൈനയിലേക്ക് ഏതാണ്ട് 6 വർഷങ്ങൾക്ക് ശേഷമാണ് കിം ഇപ്പോൾ എത്തുന്നത്. മാത്രമല്ല, ഈ രണ്ടാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ചതിൻ്റെ 80-ാം വാർഷികത്തോടനുബന്ധിച്ച് ചൈനയിൽ നടക്കുന്ന ഈ പരേഡിൽ 26 ലോക രാജ്യങ്ങളിലെ നേതാക്കളാണ് പങ്കെടുക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് കിമ്മും പുടിനും അതുപോലെ തന്നെ ഷിയും തന്നെ ആയിരിക്കും. അപ്പം അമേരിക്കയുടെ ഉപരോധത്തിന്, അല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷികളുടെ ഉപരോധത്തിനൊക്കെ ശക്തമായ മറുപടി നൽകാനായിട്ട് ട്രംപും ഷിയും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അവരോടൊപ്പം തന്നെ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കിമ്മു എത്തുന്നത്. അതായത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് വലിയ സഹായങ്ങളൊക്കെ ഈ നോർത്ത് കൊറിയ നൽകിയിരുന്നു. സൈനികരെ വിട്ടു നൽകി, ആയുധങ്ങൾ വിട്ടു നൽകി, ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തിയപ്പോൾ ചൈനയുമായിട്ട് കൊറിയയ്ക്കുള്ള ബന്ധം മാറിയോ അല്ലെങ്കിൽ വിട്ടുപോയോ എന്നൊക്കെ സംശയിച്ചവരുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഈ ചൈനയാണ് ശരിക്കും പറഞ്ഞാൽ ഉത്തര കൊറിയയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയും സഹായദാതാവും. എക്കാലവും ചൈനയുമായിട്ടാണ് ഇവർക്ക് ബന്ധമുള്ളത്. ഏതാണ്ട് 80% ഭക്ഷ്യോൽപ്പന്നങ്ങളടക്കം ചൈനയിൽ നിന്നാണ് നോർത്ത് കൊറിയയിലേക്ക് എത്തുന്നത്. അപ്പോൾ ചൈനയുമായിട്ട് ഉത്തര കൊറിയയ്ക്ക് ഒരു അകൽച്ചയുണ്ടോ എന്ന തരത്തിലുള്ള സംശയം ഉളവായപ്പോൾ ആ സംശയം ദൂരീകരിക്കാൻ, അല്ലെങ്കിൽ ആ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരമുണ്ടാക്കാൻ കൂടിയാണ് കിമ്മിൻ്റെ ഈ വരവെന്നും പറയുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കിം ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ്, അതായത് തിങ്കളാഴ്ച വൈകുന്നേരമാണ് പ്യോങ്യോങ്ങിൽ നിന്ന് കിമ്മും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രിയായ സോൻ ഹുയും മറ്റുദ്യോഗസ്ഥരുമെല്ലാം തന്നെ ഈ ആഡംബര ബുള്ളറ്റ് പ്രൂഫ് ട്രെയിനിൽ ചൈനയിലേക്ക് എത്തുന്നത്. ഇതിൻ്റെ തൊട്ട് തലേ ദിവസം നോർത്ത് കൊറിയയുടെ ഒരു മിസൈൽ ഫാക്ടറി ഈ കിം ജോങ് ഉൻ സന്ദർശിക്കുന്നുണ്ട്. അതായത് ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ, പുതിയ ആണവ മിസൈൽ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള എൻജിൻ രൂപകൽപ്പന ചെയ്യുന്ന ഫാക്ടറിയിൽ പോയി സന്ദർശനം നടത്തുന്നു. എന്നിട്ട് അതിൻ്റെ ചിത്രങ്ങളും ഫോട്ടോകളും ദൃശ്യങ്ങളും എല്ലാം തന്നെ പുറത്തേക്ക് വിടുന്നു. അപ്പോൾ ചൈനയിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഇത്തരം ചില നീക്കങ്ങൾ നടത്തുന്നത് അമേരിക്കയ്ക്കുള്ള മറുപടിയാണെന്നും പറയുന്നുണ്ട്. കാരണം ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ഈ കിങ്ങും തമ്മിൽ 2019 ഒരു ചർച്ചയൊക്കെ നടത്തിയിരുന്നു. ഈ ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. പക്ഷേ അത് അലസിപ്പിരിഞ്ഞു. അതിനുശേഷം പിന്നീട് നോർത്ത് കൊറിയ കൂടുതൽ ആണവ മിസൈൽ ആയുധങ്ങളൊക്കെ സംഭരിക്കുന്ന കാര്യത്തിൽ വ്യാപൃതരായിരിക്കുകയാണ്. അപ്പോൾ 2011 കിമ്മിൻ്റെ പിതാവ് മരിച്ചതിന് ശേഷം ഏതാണ്ട് ഡിസംബർ അവസാനത്തോടെയാണ് ഇദ്ദേഹം അധികാരത്തിലേക്ക് എത്തുന്നത്. ഈ അധികാരത്തിലെത്തിയതിനു ശേഷം തന്നെ പുറത്ത് രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് കിം എന്നും വിമുഖതയാണ് കാണിക്കുന്നത്. ആകെ 5 തവണയോ മറ്റോ ആണ് വിസിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഇത്തരത്തിലുള്ളൊരു ബഹുമുഖ കൂടിക്കാഴ്ച നടത്തുമ്പോൾ അവിടെ ഈ ത്രികക്ഷികൾ അല്ലെങ്കിൽ ഈ ത്രിമൂർത്തികൾ ഒരു കൂടിക്കാഴ്ച നടത്തുമോ? ഇതാണ് ലോകം ഉറ്റുനോക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത ഒരു ത്രികക്ഷി കൂടിക്കാഴ്ച നടത്തുമോ എന്നുള്ള കാര്യത്തിൽ ട്രംപിനുൾപ്പെടെ ടെൻഷനുണ്ട്. കാരണം റഷ്യയ്ക്ക് സഹായവുമായിട്ട് നോർത്ത് കൊറിയ ചെന്ന അടുത്ത സമയത്താണ് ഈ പുടിനുമായിട്ടുള്ള
ബന്ധമൊക്കെ വിപുലപ്പെടുത്തുന്നത് 15,000-ഓളം സൈനികരെ റഷ്യയിലേക്ക് അയച്ചു കൊടുക്കുന്നു. കൂടാതെ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മൈൻ കുഴിബോംബ് കണ്ടെത്താൻ വിദഗ്ധ പരിശീലനം ലഭിച്ചവരെ, അതുപോലെ തന്നെ സൈനിക നിർമ്മാണത്തിന് ആവശ്യമായ തൊഴിലാളികളെയൊക്കെ തന്നെ കൂടുതലായിട്ട് റഷ്യയിലേക്ക് അയക്കുമെന്ന് കിം പറഞ്ഞിട്ടുണ്ട്. റഷ്യയിൽ കുർസ്ക് മേഖലയിലൊക്കെ യുദ്ധം ചെയ്ത് തിരിച്ചെത്തിയവരെ ഹീറോകൾ എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുകയും അവർക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങളും അടുത്തിടെ പുറത്തു വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് റഷ്യയ്ക്കൊപ്പം തന്നെ ചൈനയുമായിട്ടുള്ള പഴയ ബന്ധം നിലനിർത്താനായിട്ട് കിം ശ്രമിക്കുന്നു എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം വരുന്നത്. അപ്പം റഷ്യയും ചൈനയും തമ്മിൽ എപ്പോഴും ഒരു അടുത്ത സൗഹൃദ ബന്ധമുണ്ട്. ഈ ബന്ധത്തിലേക്ക് കിമ്മിൻ്റെ കൂടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ഇരു നേതാക്കളും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇരു നേതാക്കളുമായിട്ടുള്ള സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് കൂടിയാണ് കിം ഇപ്പോൾ ചൈനയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ റഷ്യയുമായിട്ടുള്ള ബന്ധം വന്നതിന് ശേഷം കിം ചില കാര്യങ്ങളിലൊക്കെ ശക്തമായ നിലപാടെടുത്തു തുടങ്ങി. അതായത് മിഡിൽ ഈസ്റ്റ്, തൈവാൻ കടലിടുക്ക് എന്നിവിടങ്ങളിൽ സംഘർഷമുണ്ടായപ്പോൾ നയതന്ത്ര പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയും അതുപോലെ തന്നെ US-നെതിരായിട്ടുള്ള ഒരു ഐക്യമുന്നണിയുടെ ഭാഗമായി സ്വയം ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കിമ്മിന് കൂടുതൽ ധൈര്യം വരുന്നത് പുട്ടിനും ഷിയുമായിട്ട് ഒരേ വേദിയിൽ സമയം ചെലവഴിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തരായ നേതാക്കൾക്കൊപ്പം സമയം ഉപയോഗപ്രദമായി ചെലവഴിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കിം ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ട്രംപും, അതായത് അമേരിക്കയും സൗത്ത് കൊറിയയും ചില പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നു. സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ് ലീ ജങ് മ്യൂങ്ങും ട്രംപും പ്രതീക്ഷിക്കുന്നത് ഇനിയും നോർത്ത് കൊറിയ ഈ ആണവായുധ നിരീകരണവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾക്ക് തങ്ങളോട് സഹകരിക്കുമെന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ പോക്ക് പോയാൽ അമേരിക്കയുടെ താരിഫ് വർധനയ്ക്കെതിരെ, അമേരിക്കയുമായി ബന്ധപ്പെട്ട സഖ്യകക്ഷികളുടെ ഉപരോധത്തിനെതിരെ റഷ്യയും ചൈനയും ഈ പറയുന്ന ഉത്തര കൊറിയയും ശക്തമായ നിലപാട് സ്വീകരിക്കും. 2 ദിവസം മുമ്പ് നടന്ന ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ നിലപാട് തീവ്രവാദത്തിനും ഭീകരവാദത്തിനും ഒക്കെ എതിരെ എടുത്തു. ആ ഷാങ്ഹായ് ഉച്ചകോടിയിൽ അത് സംബന്ധിച്ച പ്രമേയവും പാസാക്കി. ഇപ്പം മോദി അവിടുന്ന് മാറിയിട്ട് പകരം ആ സ്ഥലത്തേക്ക് കിം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കമാണ് ചൈന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത തലമുറ ഭൂഖണ്ഡാന്തര മിസൈലുകൾ നിർമ്മിക്കുന്നു. അതിൻ്റെ ആണവ പോർമുനയ്ക്ക് ആവശ്യമായിട്ടുള്ള എഞ്ചിൻ നിർമ്മാണത്തിലേക്ക് പോകുന്നു. അതിൻ്റെ ഫാക്ടറി താൻ സന്ദർശിച്ചു. ഇക്കാര്യങ്ങളൊക്കെ കിം ചൈനയിലേക്ക് പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് മീഡിയയിലേക്ക് പുറത്തുവിടുകയാണ്. അപ്പോൾ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ, US-ൻ്റെ മിസൈൽ പ്രതിരോധ ശേഷി എന്നിവയൊക്കെ തന്നെ പരാജയപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ ആണവായുധങ്ങളും മിസൈലുകളുമൊക്കെ കിം നിർമ്മിക്കുന്നു. എന്നിട്ട് അത് ചൈനയ്ക്കും അതുപോലെ തന്നെ റഷ്യയ്ക്കുമൊക്കെ ഉപയോഗപ്പെടാവുന്ന രീതിയിൽ എല്ലാ രാജ്യങ്ങളുമായിട്ടൊരു സൈനിക സഹകരണം മെച്ചപ്പെടുത്താനും കിം ആഗ്രഹിക്കുന്നു. എന്തായാലും അത്യന്താധുനിക ആഡംബര ട്രെയിനിൽ വന്നിറങ്ങിയ കിമ്മിന് വ്ളാഡിമിർ പുടിന് നൽകിയതുപോലെയുള്ള പ്രോട്ടോകോൾ, സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ചൈന ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും കൂറ്റൻ സൈനിക പരേഡ് ചൈന ഒരുക്കുമ്പോൾ ലോകത്തിലെ തന്നെ വൻ ശക്തികളായ വ്ളാഡിമിർ പുടിനും കിം ജോങ് ഉന്നും അതിന് സാക്ഷികളാകുന്നു. ഇവരുൾപ്പെടെ 26 ലോക രാജ്യങ്ങളിലെ നേതാക്കളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. എന്തായാലും അമേരിക്കയ്ക്കുള്ള പ്രത്യക്ഷമായ ഒരു താക്കീത് തന്നെയാണ് കിങ്ങിൻ്റെ ഈ വരവ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും കിമ്മും പുടിനും ഷിയും തമ്മിൽ ഒരു ഉഭയകക്ഷി ചർച്ച, അല്ലെങ്കിൽ 3 പേരും തമ്മിലുള്ള ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുന്നു. മാത്രമല്ല 3 പേരും ഒരേ വേദിയിൽ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളുമൊക്കെ പുറത്തു വരുന്നതോടുകൂടി ലോകത്തിന് കൃത്യമായ ഒരു മെസ്സേജ് നൽകുന്നു. ഇനി തങ്ങളായിരിക്കും ലോകത്തെ നിയന്ത്രിക്കുക. ഒപ്പം പൂർണ്ണ പിന്തുണയുമായി ഇന്ത്യയുണ്ട്. നരേന്ദ്രമോദി 2 ദിവസം ഇവിടെ വന്ന് അത്തരത്തിലുള്ള എല്ലാ പിന്തുണയും നൽകിയതായിട്ട് പുടിനും ഷിയും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ആഗോള ശാക്തിക കേന്ദ്രങ്ങളിൽ വലിയ മാറ്റമുണ്ടാകാൻ പോകുന്നു എന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.